10ാം ക്ലാസ്സുകാരുടെ ഹിസ്റ്ററിയാണ് നമ്മൾ എടുക്കുന്നത്. ഹിസ്റ്ററി 3rd ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി അത് നടപ്പിലാക്കുന്നത് ബ്യൂറോക്രസിയിലാണെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥ വൃന്ദമാണ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നമ്മൾ പറഞ്ഞത് അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്കിവിടെ 5 ഉണ്ട് കേട്ടോ. ഈ 5 പഠിക്കണം നന്നായിട്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്, ഫുള്ള് പഠിക്കാനുള്ളതാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഇംഗ്ലീഷ് മീഡിയക്കാരെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂറോക്രസി ഹാസ് സർട്ടൻ ബേസിക് ഫീച്ചേഴ്സ്. അപ്പൊ സോ വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി? കിട്ടിയോ? ഫസ്റ്റ് വൺ ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ, ശ്രേണീപരമായ സംഘടന. ആദ്യം പേരുകളൊന്ന് പഠിച്ചു വെക്കുന്നത്. ഒന്നാമത്തത് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ, രണ്ടാമത്തത് പെർമനൻസ് സ്ഥിരത, പിന്നെ മൂന്നാമത്തത് പറഞ്ഞിരിക്കുന്നത് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കല്, നാലാമത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ദെൻ ലാസ്റ്റ് വൺ ആണ് പ്രൊഫഷണലിസം, വൈദഗ്ധ്യം. കിട്ടിയില്ലേ? ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ച് നമുക്ക് കിട്ടണം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ശ്രേണീപരമായ സംഘാടന. എന്താണ് ശ്രേണീപരമായിട്ടുള്ള സംഘടന അല്ലെങ്കിൽ ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ ഈസ് വൺ എംപ്ലോയി അറ്റ് ദ ബ്യൂറോക്രസിയിൽ എപ്പോഴും എത്താണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഒരു എംപ്ലോയി ഉണ്ടാവും, അയാളുടെ താഴെ ഓഫീസേഴ്സ് ഉണ്ടാവും. അങ്ങനെയല്ലേ ഉണ്ടാവുക? വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് ആൻഡ് ദ നമ്പർ ഇൻക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദ ലോവർ ലെവൽ. ഇപ്പൊ ആദ്യം ഒരാളുണ്ടാവും, അയാളുടെ കീഴിൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ഉണ്ടാവും, അതിന്റെ കീഴിൽ അതിനേക്കാളും കൂടുതൽ, അങ്ങനെ കൂടുതൽ അയാളായിട്ട് പോയി. ദിസ് ഈസ് നോൺ ആസ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. അതിനെയാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. കിട്ടിയോ? വീണ്ടും പഠിച്ചോ വാട്ട് ഈസ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. ഇനി മലയാളം മീഡിയക്കാരിൽ നോക്കാം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിൽ വരും തോറും താഴേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രീതിയാണ് എന്ന് പറയുന്നത് സംഘാടനം എന്നറിയപ്പെടുന്നത്. ഈ ശ്രേണീപരമായ സംഘാടനം, ഇതിനെയാണ് നമ്മൾ ശ്രേണീപരം. എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? എന്താണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ? ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഒരാള്, അതിന് താഴെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കമ്പനിയുടെ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയാണ് ഏറ്റവും ടോപ്പിൽ ഒരാളുണ്ടാവും അല്ലെ, അതിന് കീഴിൽ വേറെ ഓഫീസേഴ്സ്, അവരുടെ കീഴിൽ വേറെ ഓഫീസേഴ്സ്, പിന്നെ അവരുടെ കീഴിൽ വരുമ്പോൾ വർക്കേഴ്സ് കുറെ, അങ്ങനെ കൂടി എണ്ണം വരും. ഇതാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. ഇനി രണ്ടാമത്തത് ബ്യൂറോക്രസിയുടെ ആദ്യത്തെ ഫീച്ചറാണ് പറഞ്ഞത് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ, ശ്രേണീപരമായ സംഘടന. രണ്ടാമത്തത് നോക്കാം, സ്ഥിരത, പെർമനൻസ് ആണ്. എന്താണ് സ്ഥിരത എന്ന് പറയുന്നത്? ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത, ഇപ്പൊ നമ്മള് പൊളിറ്റീഷ്യൻസിനെ തെരഞ്ഞെടുക്കുന്ന പോലെ 5 വർഷത്തേക്ക് അങ്ങനെയല്ല, 2 വർഷത്തേക്ക് അങ്ങനെയല്ല തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അവര് നിയമിക്കപ്പെട്ട് അവരുടെ യോഗ്യത അനുസരിച്ചല്ലേ നിയമിക്കുന്നത്. അതുകൊണ്ട് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. എന്താണ്? The persons appointed will continue in the service till the age of retirement. റിട്ടയർമെന്റിന്റെ ഒരു കാലം പറയും. ഇപ്പൊ ഇത്രയും വയസ്സ്, 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ്, എത്രയാണ് റിട്ടയർമെന്റിന്റെ സമയം പറയുന്നത്, ആ വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാം. ഇനി മൂന്നാമത്തേത് യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഇതിൽ നിയമിക്കുള്ളൂ. അല്ലാണ്ട് ആളുകൾ തെരഞ്ഞെടുക്കല്ല ചെയ്യേണ്ടത്, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ട് അല്ലെ. അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണ്. എംപ്ലോയീസ് ആർ recruited and appointed on the basis of educational qualification. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ഇതിലാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് വൺ, രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആണ്. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഏത് പാർട്ടി, നമ്മളിപ്പോ എന്ത് പാർട്ടികളായിക്കോട്ടെ, ഏത് പാർട്ടി വന്നാലും അധികാരത്തിലിരിക്കുന്ന ഏത് പാർട്ടിയാണോ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക. അതാണ് ബ്യൂറോക്രസി ചെയ്യേണ്ടത്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണമെന്ന്.
Bureaucrats are liable to implement the policies of whichever party come to power. ഏത് പാർട്ടി ഇപ്പോ അവരുടെ എല്ലാ ആളുകൾക്കും ഉണ്ടാവും ഓരോ പാർട്ടി അല്ലെ. ഇപ്പൊ ബ്യൂറോക്രസിയിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് എന്റെ പാർട്ടിയിലുള്ളവരല്ല അധികാരത്തില്, അപ്പൊ എനിക്ക് അവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഉദ്യോഗസ്ഥ വൃന്ദര് ഈ ബ്യൂറോക്രസിയിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കണേ അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഇൻ ദെയർ വർക്ക്. അവരുടെ ജോലിയിൽ പാർട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അധികാരത്തിലിരിക്കുന്ന ആര് പറയണു എന്ത് പറയണു അതാ ചെയ്യാൻ പാടുള്ളൂ. ദേ ഷുഡ് ആക്ട് ന്യൂട്രലി നിഷ്പക്ഷമായിട്ട്. ഏത് പാർട്ടിന്ന് ഒന്നും നോക്കാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബ്യൂറോക്രസിയുടെ അവസാനത്തെ സവിശേഷതയാണ്, അവസാനത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രൊഫഷണലിസം ഉണ്ട് എന്നതിന്. എന്തൊക്കെയാ? എവറി ഗവൺമെന്റ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. വെറുതെ ആരെയും പിടിച്ച് ബ്യൂറോക്രസിയിൽ വെച്ചാൽ ഏതിലാണ് ഇരിക്കണമെങ്കിൽ അവർക്ക് അതിലവർ സ്കിൽഡ് ആയിരിക്കുന്നത്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കുന്നത് തൊഴിലില് വൈദഗ്ധ്യം ഉള്ളവരായിരിക്കും. അതുകൊണ്ടാണ് വൈദഗ്ധ്യം വേണം എന്ന് പറയുന്നത്. അപ്പൊ 5 എണ്ണം കിട്ടിയില്ലേ എല്ലാവർക്കും? ഏതൊക്കെയാണ് ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകള്? ഒന്ന്, ശ്രേണിപരമായ സംഘാടനം എന്ന് വെച്ചാൽ ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. പിന്നത്തെ സ്ഥിരത, പെർമനൻസ് ആണ്. പിന്നത്തെ യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കലാണ്. പിന്നത്തെ രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. പിന്നെ വൈദഗ്ധ്യം, പ്രൊഫഷണലിസം വേണം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ പേജിന് തന്നിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബ്യൂറോക്രസി ഇന്ത്യയിൽ എങ്ങനെയാണെന്ന്. അപ്പൊ ബ്യൂറോക്രസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എല്ലാവർക്കും കിട്ടിയില്ലേ? നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, ശരിക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എന്താ ചെയ്യണേ നോക്കാം. ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ വൃന്ദം, അതിലെ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നടന്നു മതി. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗങ്ങളാണെന്ന്. ഈ ബ്യൂറോക്രസിയിലുള്ള ഈ തൊഴിൽ ഈ ജോലിക്ക് വന്നവരൊക്കെ എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പാർട്സ് ഉള്ളവരാണെന്ന്. നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് തുടങ്ങി പഠിച്ചാൽ മതി. നിങ്ങൾ all the employees തുടങ്ങിട്ടോ. all the employees who work under the central and the state government, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇല്ലേ, and employees under the public service sector undertakes are part of the Indian civil service. അപ്പൊ ഇന്ത്യൻ സിവിൽ ബ്യൂറോക്രസി ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഉദ്യോഗസ്ഥ വൃന്ദം, ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ പറഞ്ഞു എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും, ഇവിടെ കേട്ടോ, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അപ്പൊ ആരൊക്കെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗങ്ങള്? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും. all the employees who work under the central and the state government. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അണ്ടർ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്ക് ദ പാർട്സ് ഓഫ് ദ സിവിൽ സർവീസ്. ഇനി നമുക്കൊരു ചാർട്ട് അവിടെ തന്നിട്ടുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് അടയാളപ്പെടുത്താട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വർഗീകരണം കണ്ടില്ലേ? 3 എണ്ണം കേട്ടോ. അത് 3 എണ്ണം ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ഓൾ ഇന്ത്യ സർവീസ്, പിന്നെ സെൻട്രൽ സർവീസ്, പിന്നെ സ്റ്റേറ്റ് സർവീസ്. 3 എളുപ്പല്ലേ? ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്. രണ്ടാമത്തെ സെൻട്രൽ സർവീസ് എന്താണ്? കേന്ദ്ര സർവീസ്. പിന്നെ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി 3 സർവീസുകളിൽ നമുക്ക് കുറിച്ച് പഠിക്കാണ്. ആദ്യം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 3 എണ്ണം. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അതില് ഓൾ ഇന്ത്യ സർവീസ് നോക്കാം ആദ്യം. എന്താണ് ഓൾ ഇന്ത്യ സർവീസിൽ പറയുന്നത്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നതാണ് ഓൾ ഇന്ത്യ സർവീസ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ അവരെ നിയമിക്കപ്പെടും. കിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കാം. ദ റിക്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ, സെലക്ട് ചെയ്യുന്ന ആളുകളെ അറ്റ് ദ നാഷണൽ ലെവലിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ദ റിക്രൂട്ട്സ് അറ്റ് ദ നാഷണൽ ലെവൽ. റിക്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ട് അറ്റ് ദ നാഷണൽ ലെവൽ. പിന്നെ അടുത്തത് appoint in the
സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസിൽ അപ്പോയിന്റ് ചെയ്യും. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് ഈ പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിന്റെ ഫുൾ ഫോം, അതിന്റെ ഷോർട്ട് ഫോം ആണ് IAS. ഇന്ത്യൻ പോലീസ് സർവീസ്, IPS. അപ്പൊ IASഉം IPSഉം അഖിലേന്ത്യാ സർവീസിന്റെ ഓൾ ഇന്ത്യ സർവീസിന്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇന്ത്യൻ പോലീസ് സർവീസും, IAS ആൻഡ് IPS. അടുത്തത് സെൻട്രൽ സർവീസ് ആണ് തുടങ്ങുന്നത് കേട്ടോ. കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ എന്താണ്? നാഷണൽ ലെവലിലാണെന്ന് പറഞ്ഞു, അഖിലേന്ത്യ ആദ്യത്തത് അല്ലെ, ഓൾ ഇന്ത്യ. ഇനി അടുത്തത് നോക്കാം, കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതും റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവലാണ്. അപ്പോയിന്റ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് മാത്രം. നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോയിന്റ്സ് ഇൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിലാണ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലും വരും സെൻട്രലിലും വരും. പക്ഷെ ഇവിടെ സെൻട്രലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ IFS. ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറഞ്ഞാൽ IRS. ഇന്ത്യൻ റെയിൽവേ ആർ സർവീസസ് കേട്ടോ. IFSഉം IRSഉം. ഇനി ഇവിടെ നോക്കാം, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കാം. അതിന് എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, IFSഉം IRSഉം. കിട്ടിയോ? ഇവിടെ രണ്ട് ഓൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിൾ ആണ് IASഉം IPSഉം. പിന്നെ ഇന്ത്യൻ സെൻട്രൽ സർവീസിന്, കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ ആണ് IFSഉം IRSഉം. ഇനി അത് തന്നെ സെൻട്രൽ സർവീസ് തന്നെ സ്റ്റേറ്റിലേക്ക് കൊടുക്കുമ്പോൾ അത് സ്റ്റേറ്റിന്റെ സർവീസ് ആവും അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിലാണെന്ന് പറഞ്ഞു, സെൻട്രലിലാണ് അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ അല്ലെ, കേന്ദ്രത്തിലെ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് സ്റ്റേറ്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. കണ്ടോ, ഇവിടുത്തെ റിക്രൂട്ട്സ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് ലെവലിലാണ്. റിക്രൂട്ട്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവലിലാണ് റിക്രൂട്ട് ചെയ്യുന്നത്. റിക്രൂട്ട് ചെയ്യാൻ സെലക്ട് അണ്ടർ ദ സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. ഇനി രണ്ടാമത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കുന്നത്. ഇവിടെ സെൻട്രലിന്റെ പറഞ്ഞത് അല്ലെ, പക്ഷെ സ്റ്റേറ്റിൽ വരുമ്പോൾ അപ്പോയിന്റ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണ്. അതിന് എക്സാമ്പിൾ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ, സെയിൽ ടാക്സ് ഓഫീസർ. എക്സാമ്പിൾ കൊടുത്തത് സെയിൽ ടാക്സ് ഓഫീസർ. അപ്പൊ ആ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു, കിട്ടിയില്ലേ? ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 3 എണ്ണം. ഏതൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസും, സെൻട്രൽ സർവീസും ആൻഡ് ദെൻ സ്റ്റേറ്റ് സർവീസ്. ഇത്രയുമാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇവിടെ UPSCയും IPS. രണ്ട് ഇത് വരുന്നുണ്ട്, UPSCയും IPSCയും അല്ല PSCയും ആണ് കേട്ടോ. UPSCയും PSCയും അത് രണ്ടും ഇനി പഠിക്കാനുള്ളതാണ്. ഇവിടെ നോക്കാം UPSC എന്താണെന്ന്. എന്താണ് UPSC എന്ന് പറഞ്ഞാൽ? കാൻഡിഡേറ്റ്സ് ടു ഓൾ ദ ഇന്ത്യൻ സർവീസ് ആൻഡ് ദ സെൻട്രൽ സർവീസ് ആർ റിക്വയർഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസസ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കുന്നത്? ദ കാൻഡിഡേറ്റ്സ് ടു ഓൾ ഇന്ത്യൻ സർവീസ് ആൻഡ് Indian services are recruited by the Union Public Service Commission UPSC. കിട്ടിയില്ലേ? Candidate to all the Indian services and the central service. രണ്ടിൽ ടീം ഇന്ത്യൻ സർവീസസിലും സെൻട്രൽ സർവീസ് ആർ റിക്രൂട്ടഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ. ഇന്ത്യയിലത്തെ പ്രസിഡന്റ് ആണ് അതിനെ അപ്പോയിന്റഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കാം, മലയാളം മീഡിയക്കാര് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി ആണ്. ഇനി അടുത്ത പേജിൽ നമുക്ക് പറയുന്നതാണ് PSC. അപ്പൊ UPSC നമ്മൾ പറഞ്ഞു ആരാണ് തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ ആണ്. അടുത്തത് നമുക്ക് വരുന്നത് അടുത്ത പേജിലാണ് PSC. അപ്പൊ UPSCയും PSCയും ഡിഫറൻസ് പഠിക്കാൻ കിട്ടണം കേട്ടോ. എന്താണ് PSC എന്ന് പറഞ്ഞാൽ? സംസ്ഥാന തലത്തില് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതും അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓരോ സംസ്ഥാനത്തിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ആണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. അതിലെ ഗവർണറാണ് PSC ചെയർമാനും അംഗങ്ങളെയും നിയമിക്കുന്നത്.
അതിൽ ആദ്യം UPSC ആരാണ്? പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ഗവർണർ ആണ് തിരഞ്ഞെടുക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇതോട് പഠിക്കാനുള്ളൂ കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് രണ്ടെണ്ണാണ്. ഒന്ന് UPSCയും പിന്നത്തെ PSCയും. കിട്ടിയോ? ഇനി ഇവിടെ നോക്കാം, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കാം. ആസ് ദ സ്റ്റേറ്റ് level, the candidates are recruited by the Public Service Commission, PSC. And the governor ആണ് appoint ചെയ്യുന്ന chairman and the members of the State Public Service Commission. ഇനി UPSCയും PSCയും രണ്ടും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് അപ്പൊ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് UPSCയും PSCയും. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് എന്ന്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് നമുക്ക് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്താണെന്ന് മാത്രം പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. പക്ഷെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഇവിടെ തുടങ്ങി കേട്ടോ. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫോർ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസിന്റെ എഫിഷ്യൻസിക്ക് വേണ്ടി ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു ദ പീപ്പിൾ ഇൻ ദ ടൈം ബൗണ്ട് മാനർ ആൻഡ് ദേ ആർ നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. ശരിയോ? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്താണെന്ന്. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. കിട്ടിയോ? ഇവയെയാണ് ഭരണ നവീകരണം. അടുത്ത ടോപ്പിക്കാണ് കേട്ടോ, നല്ലൊരു ടോപ്പിക്കാണ്, കുറെ വരുന്നുണ്ട്. ഭരണ നവീകരണത്തിന് 5 പാർട്സ് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വലിയൊരു ടോപ്പിക്കാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പക്ഷെ ഭരണ നവീകരണം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്ന് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കണം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് പറഞ്ഞാൽ? എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ by the government for increasing the efficiency of the service and to provide the service to the people in a time bound manner. They are known as administrative reforms. കിട്ടിയില്ലേ? ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനെയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് തന്നെയാണ് ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ നാട്ടില് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ. അതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് എന്നും. ലെറ്റ് us familiarize some of the steps taken the administrative reforms in our country. നമ്മുടെ രാജ്യത്ത് വന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? 5 എണ്ണം ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ.